രാവിലെയായി 26-ാം തീയതി രാവിലെ. നമ്മൾ ഇന്ന് രാത്രി കിടന്ന ഈ വീട്ടിലാണ് കിടന്നത്. ഇപ്പോൾ വണ്ടി കൊണ്ടൊന്നും ഇവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം ഈ വീട്ടിൽ കിടന്നു. പക്ഷേ നല്ല താമസിച്ച് തന്നു. ഇപ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇനി സ്ക്വാമിഷിലേക്ക് പോകുക എന്നുള്ള പ്ലാൻ. അതിനുശേഷം തിരിച്ചു വന്നിട്ട് വാൻകൂവറിലെ കുറച്ച് കാഴ്ചകളും കണ്ട് ഇന്ന് കിടന്നുറങ്ങണം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങിയാണ്. ഇന്നിപ്പോൾ 6:15. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്കൂറുണ്ട് സ്ക്വാമിഷ് എത്തും. അവിടെ നിന്ന് ഗൊണ്ടോളയിൽ കയറണം എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ കുറച്ച് നടക്കണം, കുറച്ച് സൈറ്റ് സീയിങ് ചെയ്യണം. ഇതൊക്കെയാണ് പ്ലാൻ. 7-Eleven പോയൊരു ഒരു കാപ്പി വാങ്ങിച്ചത് ഇവിടെ അടുത്ത് തന്നെ. ആയിട്ട് നോക്കിയപ്പോൾ ഇതൊരു ചൈനക്കാരുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്തായാലും നമ്മൾ സ്ക്വാമിഷിലേക്ക് പോവാം. ഇതിനെയാണ് സീ ടു സ്കൈ ഹൈവേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോർത്ത് വാൻകൂവറിൽ എത്തിയിരിക്കുന്നത്. നോർത്ത് വാൻകൂവറിലെ അതിമനോഹരമായിട്ടുള്ള ഹൈവേ ആണിത്. നമ്മളിപ്പോൾ ഏകദേശം സ്ക്വാമിഷിലെത്തിയിട്ടുണ്ട്. സ്ക്വാമിഷിലെ വുഡ് ഫൈബർ LNG പ്രോജക്റ്റിൻ്റെ പരിപാടികളാണ്. ഒരു പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റാണിത്. ആ സൈറ്റിൽ താമസിക്കുന്ന എല്ലാവരും സൈറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും താമസിക്കുന്നത് ഈ ഷിപ്പിൻ്റെ അകത്താണ്. അത് നല്ലൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു ഷിപ്പാണ്. പിന്നെ ദൂരെ നോക്കുമ്പോൾ വേറെ ഷിപ്പ് അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. പിന്നെ പലരും ഹൗസ് കേട്ടോ ബോട്ടിങ് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഷാനൻ ഫോൾസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻഷ്യൽ പാർക്കിലാണ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. നമ്മൾ ഈ മരച്ചില്ലകളുടെ ഇടയിൽ കൂടി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വാട്ടർഫോളാണ്, കണ്ടില്ല. ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെ മേലെ എത്താൻ പറ്റുമെന്ന് നോക്കണം. ഇന്ന് നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമാണ് സ്ക്വാമിഷിൽ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ റെയിൻ ജാക്കറ്റൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ഇനി നമ്മൾ വിസ്ലറിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി വിസ്ലറിലേക്കുള്ള ഡ്രൈവിലാണ്. വിസ്ലർ ഇവിടെ നിന്നൊരു 47 കിലോമീറ്റർ ഉണ്ട്. അത് 47 മിനിറ്റ് കൊണ്ടെത്തും. 60 കിലോമീറ്റർ സ്പീഡിലാണ് ഈ റോഡിൽ കൂടി പോകാൻ ഉള്ള സ്പീഡ് ലിമിറ്റ്. കുറേ പേര് ഹൈക്കിങ്ങിന് പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം. അവരങ്ങനെ നടന്ന് മേലേക്ക് പോയിരിക്കും. നമ്മൾ ഇപ്പോൾ മറ്റൊരു വാട്ടർഫോൾസ് പ്രൊവിൻഷ്യൽ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ബ്രാൻഡി വൈൻ ഫോൾസ്. ഈ വാട്ടർഫോൾസിൽ ബ്രാൻഡിയും വൈനും ഒരുമിച്ച് കിട്ടും. അപ്പം അങ്ങനെ ഒരു വാട്ടർഫോൾസിലെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫോൾസിലേക്ക് കാണാൻ വേണ്ടി പോകാം. നമ്മൾ വിസ്ലറിലെത്തി. വിസ്ലറിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് പോലത്തെ സെറ്റപ്പാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ആ മാർക്കറ്റ്. ക്രീക്ക് സൈഡ് മാർക്കറ്റ് എന്ന ഒരു മാർക്കറ്റാണ്. ഇതൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കുള്ള ഷോപ്പിംഗ് സെൻ്ററാണ്. അതിനെ കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിച്ചു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 ചിക്കൻ റോൾസ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വാൻകൂവർ എയർപോർട്ടിൽ നിന്ന് വിസ്ലർ
ലേക്കുള്ള ബസ്സുകളാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടും വരും. ഇവിടെ നിന്ന് വാൻകൂവർ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പിങ് ചെയ്യും. നമ്മളിപ്പോൾ സീ ടു സ്കൈ ഗൊണ്ടോളയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. സ്ക്വാമിഷിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് സീ ടു സ്കൈ ഗൊണ്ടോള. അപ്പൊ അതിൽ കയറി ഒരു സീ ടു സ്കൈ ട്രിപ്പ് അടിച്ചിട്ട് വരാം. ആ കാണുന്നതാണ് കടല്. കടല് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അത് ആകാശം. അപ്പൊ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുന്ന ഗൊണ്ടോളയാണ് സീ ടു സ്കൈ ഗൊണ്ടോള. മറ്റൊരു കാര്യം, ഞാനിന്ന് ഉപയോഗിക്കുന്ന വണ്ടി ആൽബർട്ട രജിസ്ട്രേഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗൊണ്ടോളയ്ക്ക് ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർക്കിങ്ങിന് വേറെ ടിക്കറ്റാണ്. അത് വേറെ ആയിട്ട് തന്നെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കും. Scan your ticket this way. Oh, okay. Okay. അപ്പൊ നമ്മളിവിടെ അടക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ഇളക്കമൊക്കെ ഇളകേട്ടാവുന്നത്. ഈ ഗിയറിലാണ് ഫുള്ള് കിടന്ന് കറങ്ങുന്നത്. നന്നായിട്ട് പേടിക്കാൻ പറ്റിയ സ്ഥലമാണ്. സീയിൽ നിന്നും നമ്മൾ സ്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, കടലിൽ നിന്ന് ആകാശത്തിലേക്ക്. ഇനി അവിടുന്ന് അടുത്ത പോസ്റ്റ് ഇത്രയും ദൂരം കഴിഞ്ഞിട്ടാണ്. അയ്യോ,
ടോപ്പ് ബ്രിഡ്ജിൽ കൂടി പോവുകയാണ്. വണ്ടർലാൻഡ് ലേക്ക് ലൂപ്പിലാണ് നമ്മൾ. അവിടെ നമ്മൾ പാലിക്കേണ്ട റൂൾസാണ് എഴുതി വച്ചിരിക്കുന്നത്. മെയിനായിട്ട് ക്ലീനാക്കി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ റൂളെന്ന് പറയുന്നത്. ഇവിടെ കാണുക, ഫോട്ടോ എടുക്കുക, പോവുക, അത്ര മാത്രം ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഹെയർ പിൻ വളവുകൾ വളഞ്ഞ് നമുക്ക് താഴേക്ക് പോകും. അതിനുള്ള ഒരു റൂട്ടാണ്. അങ്ങനെ ഒരു ട്രെയിനാണ് ഇത്. ബൈക്കിങ് പറ്റുന്ന ട്രെയിനാണ്. ചിലർ ബൈക്ക് ചെയ്തായിരിക്കും. നമ്മൾ നടന്ന് വണ്ടർ ലേക്ക് ലൂപ്പിൽ ഉള്ളിലേക്ക് മൊത്തം മരങ്ങളുടെ ഷെയ്ഡ് മാത്രം, ഒരു വെളിച്ചമില്ല, ചെറിയ വെളിച്ചം മാത്രം. അതായത് ക്ലൗഡി ആയിട്ടിരിക്കുന്നു എന്നർത്ഥം. ഈ കാണുന്നതാണ് വണ്ടർ ലേക്ക്. ഈ ലേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടറടിച്ചു. അതാണ് ഇതിന് വണ്ടർ ലേക്ക് എന്ന് പറയുന്നത്. വണ്ടർ ലേക്കിന് ചുറ്റും നല്ലൊരു ബോൾഡ് വാക്ക് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോൾഡ് വാക്കൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് വണ്ടർ അടിക്കാനുള്ള സ്ഥലം. നമ്മുടെ നാട്ടിൽ ആമ്പലാണ്. അങ്ങനെ വണ്ടർ ലേക്കിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഷാനൻ ബേസിൻ ലൂപ്പിലേക്ക് പോകാം. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഷാനൻ ബേസിൻ ലൂപ്പിലേക്ക് പോകാം. ആ ലൂപ്പിൽ കുറച്ചാണ്. ഇവിടെ ഒരു ഹൈ ലെവൽ ട്രെയിൻ 1.5 കിലോമീറ്റർ 25 മീറ്റർ എലിവേഷനുണ്ട്. മോർ ഡിഫിക്കൽട്ട് ട്രെയിൻ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യും. ഒച്ച ഉണ്ടാക്കാം. എന്നാലേ വല്ല വന്യജീവികളുണ്ടെങ്കിൽ ഓടിക്കിടാൻ പറ്റും. ഓഹോ 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 ഓഹോ
പൊത്തുണ്ട് ആ പാറ, വലിയൊരു പൊത്ത്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഓ, ഇനിയും ഉണ്ടോ കുറച്ച്? ഓഹോ, ഓക്കെ. അവിടെ ആളുകളുണ്ട്. ഞാൻ വിചാരിച്ചു ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടി കയറാനുണ്ട്. പക്ഷെ നല്ല വ്യൂ ആ. ഇവിടെ നിന്ന് ഇത്തിരി കൂടി താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പാറ തനിയെ നമ്മളെ ഫ്രീ ആയിട്ട് താഴെ എത്തിച്ചോളും. എന്താ, തിരിച്ചു പോകാനുള്ള വഴി മറന്നുപോയി ഗൈസ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ അമ്മച്ചി വഴി വെച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞതാ, യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ലോസ്റ്റ് ഹിയർ എന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും എത്താം. ഓക്കെ, തിരിച്ച് നമ്മളുടെ ട്രെയിനിലെത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോവാം. ഞാൻ ആദ്യം തമാശക്ക് പറഞ്ഞാണെങ്കിലും പിന്നീട് സീരിയസ് ആയിട്ട് വഴി മറന്നുപോയി. പിന്നെ അവസാനം ഒരു നടന്നെത്തി. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പാറ നമ്മളെ താഴെ എത്തിക്കും. അതുകൊണ്ട് ഈ ബോർഡർ ലൈൻ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്നും നടന്നില്ല. പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. സ്ക്വാമിഷിലെ സീ കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ട്. നല്ല മൗണ്ടെയ്ൻസ്, പിന്നെ ആ മേഘം പൂത്തുറങ്ങി, പിന്നെ അവിടെ ആ ഗ്ലേഷ്യേഴ്സ്. അവിടെ ഇപ്പോഴും മഞ്ഞ് ഉരുകിയിട്ടില്ല. ആ കാണുന്ന കാഴ്ച, മഞ്ഞ് ഇപ്പോഴും ആ മഞ്ഞ്. അത്ര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സ്ക്വാമിഷ്. ഇവിടെ പച്ച വെട്ടിലാണ്. അത് പച്ച വെട്ടില്ല. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഹൈലൈൻ ട്രെയിനിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിദുർഘടമായിട്ടുള്ള ട്രെയിനിൻ്റെ പാത്സ് വഴികൾ ക്യാപ്ചർ ചെയ്തില്ലായിരുന്നു. അവിടെ കൂടി ഞാൻ നടന്നു വരികയായിരുന്നു. പക്ഷേ ഇത്തിരി കൂടി സ്റ്റീപ്പായിട്ടുള്ള കുറേ വഴികളുണ്ട്. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അത്യാവശ്യം സ്റ്റീപ്പാണ്. എന്തുകൊണ്ട് അത്രയും പ്രയാസമുള്ളതല്ല, കുഴപ്പമില്ല, നല്ലൊരു ട്രെയിലാണ്. ഇനി ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ടൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതെവിടെ എത്തത്തില്ല. ഇതിവിടെ പാറയിലെത്തിയും. ഇനി നമ്മൾ പാറയിൽ കൂടി നിറങ്ങിപ്പോണം. പക്ഷെ അത് വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈൽഡ് ആനിമൽസ് ഒന്നും അങ്ങനെ പ്രയാസമുള്ള കരടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാലും ഇത്തിരി ഒച്ചയിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. അഥവാ ഉണ്ടെങ്കിൽ അതതിൻ്റെ പാടിന് പൊയ്ക്കോളുമല്ലോ. ഓക്കെ, അത് അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിലായിരുന്നു. അത്ര ഹാർഡല്ല, ഓക്കെ ടു ക്ലൈം. നമ്മുടെ നാട്ടിലെ മലയാറ്റൂർ മലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. അതും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ.
ആൽപൈൻ അല്ലി എന്ന് പറയുന്ന വേറൊരു ട്രെയിലിൽ കയറാം. ഇത് ഏകദേശം നേരത്തെ കണ്ടതുപോലത്തെ ട്രെയിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊരു കിഡ്സ് ട്രെയിലാണ്. പിള്ളേർക്ക് പിടിച്ചു കയറാൻ വേണ്ടി റോപ്പൊക്കെ. കൂഗർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് പരുന്ത്, ബെയർ, കൂഗർ, പിന്നെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. അപ്പം അതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ വഴിക്ക് വന്നത്. പരുന്തിനെ കണ്ടു, നല്ല ഒന്നാന്തരം പരുന്ത്. ഇങ്ങനെയൊക്കെ വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണിത്. പരുന്ത് പരുന്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എഴുതി വെച്ചിരുന്നു അഡൽട്ട് ഷാൽ ബി അക്കമ്പനീഡ് ബൈ കിഡ്സ് എന്ന് പറഞ്ഞു. വെറുതെ അല്ല, ഇത്രയും ദുർഘടം പിടിച്ച് വഴിയായതുകൊണ്ടാണ്. മൗണ്ടൈൻ ഗോട്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു ബെയറുണ്ട് കാശിന. ഇത് കൂഗറിൻ്റെ പൗസാണ്, കൂഗറിൻ്റെ കൽപ്പാതമാണ്. അല്ലേ പറഞ്ഞല്ലേ ഇവിടെ ബെയറുണ്ടെന്ന്. ഇതാ ബെയർ. You saw the bear? See, the bear just behind you. അപ്പോൾ നമ്മളിനി ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ച് പോവുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഗോണ്ടോളയിൽ കയറി ഇനി ഇത് പതുക്കെ അടയും. ഇവിടെ എനിക്ക് വേറെ സഹയാത്രികരുണ്ടെന്ന് ഇപ്പം തിരിച്ചു പോകുന്നത്. സ്പീഡപ്പ് ചെയ്തു.
നമ്മളിപ്പോൾ സ്ക്വാമിഷ് വൈറ്റ് വിസ്ലറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു, വാൻകൂവർ എത്തി. അതിനുശേഷം നമ്മൾ സറിയിലേക്ക് ഡ്രൈവ് ചെയ്യുക, സറിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി.